ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാൽക്കം പൗഡറിൻ്റെ യൂസസിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. നമ്മുടെ പല വീടുകളിലും യൂസ് ചെയ്യുന്നതാണ് ഈ ടാൽക്കം പൗഡർ അല്ലേ. പണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാൽക്കം പൗഡറിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി നമുക്ക് പല രീതിയിലുള്ള കോമ്പാക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ടാൽക്കം പൗഡർ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവുമല്ലേ. അപ്പം അതിൻ്റെ യൂസസ് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒറ്റ യൂസേ ഉള്ളൂ, മുഖത്തിടുക. അത് മാത്രമായിരിക്കും, മുഖത്ത് മേത്തൊക്കെ ഇടുക, അത് മാത്രമായിരിക്കും കേട്ടോ നമുക്കറിയുന്നത്. പക്ഷെ അതല്ല, അതിൽ കൂടുതൽ യൂസസ് ഉണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ വേഗം പോയി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലാണ് വീഡിയോസ് ഇടാൻ നേരത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റത്തെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇടാനാണ് കേട്ടോ. ഈ മുഖത്ത് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിയടിച്ചതുപോലെ ആവാൻ എന്ന രീതിയിലല്ല, നമ്മുടെ ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഈ പൗഡർ, അതായത് ടാൽക്കം പൗഡർ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതാണ് മെയിൻ യൂസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ദിവസം നമ്മൾ എണ്ണ തേച്ച് കുളിച്ചിട്ട് അങ്ങനെ കിടക്കും. പിറ്റേന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകേണ്ട വരിക, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ തലയിൽ ഫുള്ള് എണ്ണയായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടിപ്പാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുടി ഉണ്ടല്ലോ, മുടിയിൽ നമ്മൾ കുറച്ച് അധികം തന്നെ പൗഡർ ഇടുക. എന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കി നോക്ക്. അത് നല്ലൊരു ഡിഫറൻറ്റ് നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അതൊന്ന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോതിരമൊക്കെ ഉണ്ടല്ലോ, മോതിരം, വള, ഇതൊക്കെ നമുക്ക് ടൈറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് സോപ്പൊക്കെ പതപ്പിച്ച് നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ അതിനൊന്നും ടൈമില്ല, പെട്ടെന്ന് ഊരണമില്ല, പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് പൗഡർ എടുക്കുക. പൗഡർ എടുത്ത് അതിന് ചുറ്റും ഒന്ന് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഊരാൻ നോക്കി നോക്ക്. ഈസി ആയിട്ട് അത് ഊരി കിട്ടും കേട്ടോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങളോട് പറയണത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീട്ടിലൊക്കെ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് മേടിച്ച് വെക്കും. ഈ സാരിയൊക്കെ കൊടുക്കുന്നവരാണ് പിന്നെ പറയാനില്ല, ഒരുപാട് പിന്നെ നമ്മൾ മേടിച്ച് വെക്കും. അതേപോലെ തന്നെ ആണിയൊക്കെ ആണെങ്കിൽ ആണികളും കുറേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു പാട്ടയിൽ ഇട്ട് വെച്ചേക്കുമായിരിക്കും. ആ സമയത്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അതിൽ തുരുമ്പ് വീഴും. അപ്പോൾ ഈ തുരുമ്പ് വീഴാതിരിക്കാനുണ്ടല്ലോ, നമ്മൾ ഏത് പാട്ടയിലാണോ ഇട്ട് വെക്കുന്നത് അതിനകത്തേക്ക് കുറച്ചധികം പൗഡർ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഈ ആണിയാണെങ്കിലും സേഫ്റ്റി പിന്നാണെങ്കിലും ഇട്ട് വെച്ച് നോക്കി നോക്ക്. എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന് തുരുമ്പ് പിടിക്കുന്ന കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിടുന്ന പാദസരം ഉണ്ടല്ലോ, പാദസരം, മാല, ഇതിനകത്തൊക്കെ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഓരോ തുണി കഷ്ണങ്ങൾ, അതായത് നൂല് കഷ്ണങ്ങളൊക്കെ നമുക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പം അത് നമ്മൾ വലിച്ച് പറിച്ച് കളയുമ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് പൗഡറും കൂടി ഇട്ടിട്ട് നമ്മൾ വലിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഈസി ആയിട്ട് പോരും കേട്ടോ. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അധികം ഒന്നും ഉപയോഗിക്കാത്ത കുറച്ച് ഡ്രസ്സുകളുണ്ടാവും. അത് നമ്മൾ അതെല്ലാം എടുത്ത് നമ്മൾ പെട്ടിയിൽ വെക്കൂലേ. അങ്ങനെ പെട്ടിയിൽ വെക്കാൻ നേരത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ തുണിക്കകത്തോ മറ്റോ കുറച്ച് പൗഡറൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ഡ്രസ്സല്ലേ, അപ്പോൾ അതിനൊരു മണം ഉണ്ടാവും നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ മണം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ തുണിയിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വെക്കുവാണെങ്കിലുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ. അല്ലാണ്ട് നമ്മൾ ഒരു പൂപ്പൽ പിടിച്ചൊരു സ്മെല്ലോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പൗഡർ കൊണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ അറിയുന്നതായിരിക്കും, നമ്മൾ ഈ പിരികം ത്രെഡ് ചെയ്യാൻ നേരത്തെ ബ്യൂട്ടി പാർലറിലാണെങ്കിലും എനിക്ക് തോന്നുന്നു പൗഡർ അപ്ലൈ ചെയ്ത് തരാറുണ്ട്. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ച് വേദന കുറവായിട്ട് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും പ്ലഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് നോക്കാമല്ലോ, പൗഡർ ഇട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വേദന കുറവുണ്ടാവും കേട്ടോ. വീട്ടിലൊക്കെ മിറർ ഉണ്ടല്ലോ, മിററിൽ ഞാൻ കൂടുതൽ എൻ്റെ വീട്ടിൽ മിറർ ഫേസ് ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോമകളൊക്കെ ആയിരിക്കും. അത് എന്തിൻ്റെയാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണമായിരിക്കുമല്ലോ, എന്നാലല്ലേ നമ്മുടെ ഫേസ് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പൗഡർ തടവുക, എന്നിട്ട് അതൊന്ന് തുടച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. ലാസ്റ്റ് ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഉറുമ്പുകൾ. അപ്പോൾ നമ്മളിപ്പം ഉറുമ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഉറുമ്പ് പൊടിയൊക്കെ ഇടാൻ നമുക്ക് പേടിയാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പൗഡർ അങ്ങ് തടവും. എവിടെയാണോ ഉറുമ്പുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് പൗഡർ അങ്ങ് വിടാറും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉറുമ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നല്ല ടിപ്പല്ലേ. ഇത്രയും യൂസ്ഫുൾ ആണ് ഈ പൗഡർ.
നമുക്കറിയായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയും യൂസ്ഫുൾ ഒരു കാര്യമാണ് ഈ പൗഡർ. ആകെ എനിക്കതിന് മുഖത്തിടാനും മേത്തിടാനും മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.